ഹലോ, വെൽക്കം ടു ക്രാഫ്റ്റ്സൺ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് രേഷ്മ. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരയ്ക്കുന്നത്. ഇവൾ നാട്ടിലെത്തുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ്, എവിടെയെങ്കിലുമൊക്കെ പോകണം, ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട് നിമയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയില്ല, പലരും പല സ്ഥലത്തും ഒത്തിരി ദൂരെയൊക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് വളരെ കുറച്ച് പേർക്കേ വരാൻ പറ്റിയുള്ളൂ. അപ്പം ഞങ്ങൾ നേരെ കൊല്ലത്തോട്ടാണ് പോയത്. വലിയ ഐഡിയ ഒന്നുമില്ല, കൊല്ലത്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അവിടെ പണിയൊക്കെ നടക്കുന്ന കാരണം നമുക്കും കറക്റ്റ് വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് നിമയും ഹസ്ബൻഡും കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവളുടെ വീട്ടിലോട്ടാണ് പോയത്. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ നിമ്മയുടെ വീട്ടിൽ എത്തി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ കൊല്ലത്ത് കുറേ നല്ല സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവിടെ ഇരുന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പഴയ ഹോസ്റ്റൽ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയതേ അറിയുന്നില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ ജയ, ഞങ്ങളുടെ ഫ്രണ്ടാണ്, അവളും വന്നു. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, ഹോസ്റ്റൽ ലൈഫ്, അതുപോലെ കോളേജ്, മാരേജ് കഴിഞ്ഞു, ജോലി കിട്ടി, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. നമ്മുടെ ആ ഒരു സ്നേഹത്തിനോ സൗഹൃദത്തിനോ ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഉച്ചയായപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനുള്ള പുറത്ത് പോയാൽ പിന്നെ കുറച്ച് ടൈം അങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അതുമല്ല, ജയ്ക്ക് കുറച്ച് നേരത്തെ വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് പിന്നെയും പോകുന്ന കാര്യം പാടാം. അപ്പോൾ അത് കാരണം ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. ജയ്ക്ക് പോകാനുള്ള ടൈം ആയപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത്, റീൽസ് ഒന്നും ഞങ്ങൾ എടുക്കാനുള്ള സമയമോ ഫോട്ടോസോ ഒന്നിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് 1-2 റീൽസൊക്കെ തട്ടിക്കൂട്ടാന്ന് വെച്ചു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഇനി ബസ്സിൽ വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പോൾ പിന്നെ ഒത്തിരി ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങളെ ജയ പിന്നെ കൊല്ലത്തോട് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ.